ശ്രീനാരായണ സദ്ഗുരോ ഗുരുകൃപാ വാരാനിധേ പാഹിനോ നാഥ ത്വത്പദ പങ്കജ സ്മൃതിരിമാം ശുദ്ധീകരോതഞ്ജസാ ധർമ്മസ്ഥാപന കർമ്മലോലുപമതേ ത്വം ബ്രഹ്മരാദോ ഭവ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം നാരായണായന്യഹം ശ്രീനാരായണ ഗുരോരാധ്യാം ശിവലിംഗാചാര്യമധ്യമാം ശ്രീബോധാനന്ദ പര്യന്ത വന്ദേ ഗുരുപരമ്പരാം വേദാത്മികേ വിമലപൂർണ ശശാങ്കവക്ത്രേ ഹാരാദിഭൂഷണ വിഭൂഷിത സുന്ദരാംഗി സന്താപഹാരിണി സുഭാഷിണി ബോധലീലേ ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. തൃപ്പാദജയം. സ്മൈൽ സാധനയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രതിവാര ഞായറാഴ്ചകളിലും നടത്തിവരുന്ന പഠന ക്ലാസ് ആണ് ഇന്നിവിടെ സമാഗതമായിരിക്കുന്നത്. അതിൽ രണ്ടാമതായിട്ട് എന്നെ വിളിച്ചതിൽ സ്മൈൽ സാധനയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കും നിങ്ങൾക്കും ഗുരുവിലേക്കുള്ള അടുപ്പം കുറയ്ക്കുവാനാണ് അല്ലെ ഈ പഠന ക്ലാസിന്റെ ഉദ്ദേശ്യം. ഭഗവാനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. അപ്പം ഈ സംഘടനയെ, ഈ സ്മൈൽ സാധന ട്രസ്റ്റിനെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവത്തില്ല. കാരണം അത്രയ്ക്ക് വലിയ ഒരു സേവനമാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരിക്കുന്ന എല്ലാ ഗുരുഭക്തർക്കും ആ ഗുരുഭക്തർ ഇരിക്കുന്ന എല്ലാ ദിക്കിനെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. മഹാഗുരുവും ആരാധനയും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്തിരുന്നതാണ് ഒരു വിഷയം ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പ്രഥമ സന്യാസ ദീക്ഷന്റെ വിഷയം നമ്മൾ എടുത്തായിരുന്നു. ഇന്ന് അതല്ല നമ്മുടെ വിഷയം. ഇന്ന് മഹാഗുരുവും ആരാധനയുമാണ്. ഈ ലോകത്ത് ഇന്ന് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ചോദ്യമുണ്ട്. ഗുരുവിനെ എന്തിനാണ് ആരാധിക്കുന്നത്? ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാധിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. അപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അപ്പൊ ആ അറിവിലൂടെ നിങ്ങൾക്ക് ആ ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മഹാഗുരുവും ആരാധനയും. തൃപാദങ്ങൾ സശരീരനായിരുന്ന കാലഘട്ടം മുതൽ ആരാധിച്ചിരുന്നു നമുക്കറിയാം അല്ലെ. സശരീരനായിരുന്ന കാലത്തോളം ഭഗവാനെ ആരാധിച്ചിരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ മഹാഗുരുവിനെ നമ്മൾ ഇന്ന് ഇപ്പൊ ഈ സ്മൈൽ സാധനയുടെ ആ ഒരു സംഘടനയിൽ കൂടിയാണ് നമ്മൾ മഹാഗുരുവിനെ ആരാധിക്കാൻ തുടങ്ങുന്നത്. ആണ് നമ്മുടെ ഗുരുവിലേക്കുള്ള ആരാധന സമ്പ്രദായം നമുക്ക് ഈ സ്മൈലിലൂടെയാണ് നമ്മൾ നടത്തിയത്. അതോ നമ്മുടെ ഓരോ SNDP ശാഖകളിൽ കൂടെയാണോ നമ്മളെ ഗുരുവിനെ ആരാധിക്കാൻ തുടങ്ങിയത്? ആണോ? അല്ല. SNDP ശാഖകൾക്ക് മുമ്പും നമ്മൾ ഗുരുവിനെ ആരാധിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, കോലത്തുകരയില് ഭഗവാന്റെ ആർട്ടിസ്റ്റ് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് വരച്ച ആ എണ്ണ ഛായാചിത്രം നമുക്ക് അവിടെ ആരാ കുമാരനാശാനാണ് നമുക്ക് പ്രതിഷ്ഠിച്ചു തരുന്നത്. അന്നു മുതലാണ് നമ്മൾ ഗുരുവിനെ ആരാധിക്കാൻ തുടങ്ങുന്നത്. അതിനു മുമ്പും ഭഗവാനെ അറിഞ്ഞ് ആ പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പും ആ തൃപ്പാദങ്ങളെ ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ആ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്തെ നമുക്ക് ആ അരുളപ്പാട് കൊണ്ടും ഒരു സ്പർശനം കൊണ്ടും ഒരു ഏറ്റ് തീർത്ഥം കൊണ്ടും നമുക്ക് ആശ്വാസമായിരുന്ന സ്വാമിയുടെ വലിയൊരു സാന്നിധ്യം. ആ ആദ്യമായിട്ട് കോലത്തുകരയിൽ നമുക്ക് വിശ്വമഹാകവി കുമാരനാശാൻ നമുക്ക് ആ ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ചു തരുന്നുണ്ട്. അതിന് ശേഷം വളരെ കാലം ഇങ്ങോട്ട് പിന്നിട്ട് കുമരങ്കാരൊക്കെ നമുക്ക് വള്ളംകളിക്കാരാണെന്ന് അറിയാം അല്ലെ. കുമരങ്കാരൊക്കെ വള്ളംകളിക്കാരാണ്. അപ്പം വള്ളംകളിക്കാർക്ക് വേണ്ടി അപ്പം കുമാരനാശാനോട് കുമരങ്കാർ ആവശ്യപ്പെടുകയാണ് വള്ളം കളിക്കായിട്ട് സ്വാമിയുടെ ആ യഥാർത്ഥ സ്വരൂപം സവിസ്തരം പ്രതിപാദിച്ചു കൊണ്ടുള്ള ആ ഒരു വഞ്ചിപ്പാട്ട് രൂപത്തില് സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് നമ്മളെ സ്ഥിരം ചൊല്ലി പോകുന്നൊരു പ്രാർത്ഥനയാണ്.
അതിലെ ഇങ്ങനെ പോരുമ്പത്തേക്കിന് ഒരു ഇടയ്ക്കാകുമ്പത്തേന് ആശാൻ വിശ്വമഹാകവി കുമാരനാശൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമിക്കുവൻ സഹചരെ നിയതമീ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന്. 30 മുക്കോടി ദൈവങ്ങൾക്ക് വികാരഭൂമിയായ ഈ ലോകത്തിന്റെ നെറുകയിൽ നിന്നാണ് ആശാൻ നമ്മളോട് ചോദിച്ചത്, നമുക്കിതിൽ പരം നിനക്കിലുണ്ടോ, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് ആശാൻ നമ്മളോട് ചോദിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും ഞങ്ങൾക്ക് ഇതിൽ പരം ദൈവം നിനക്കിലില്ല എന്ന്? ഇന്ന് ഈ കാലഘട്ടത്തില് ഗുരു ഗുരുവിനെ എന്തിനാണ് ആരാധിക്കുന്നത്? ആ ഒരു മനുഷ്യനല്ലേ എന്ന് ചോദ്യത്തിന് നമുക്ക് കൃത്യമായ മറുപടി പറയണം. കാരണം നമ്മുടെ എല്ലാം പിതാവായിട്ടിരിക്കുന്നത് ആ ഗുരുസ്വാമിയാണ്. അതുകൊണ്ട് തന്നെ ശിവലിംഗദാസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീയല്ലോ ഗുരുവായി വന്നൻ മായയെ തീർത്തു കാത്തവൻ, കായാതി ജഡവസ്തുക്കൾ മായും നീ മാഞ്ഞിടാത്തവൻ. അതായത് ഈ ലോകത്തിലെ കാണുന്ന എല്ലാം മായയാണ്, മായ കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അപ്പം എന്താ ഇവിടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ. നമുക്കറിയാം ആ മരുത്വാമലയിലെ കഠിന തപത്തിനോട് ശേഷം ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരം നേടി, അല്ലെ? ഗുരു ഈശ്വര സാക്ഷാത്കാരം നേടി. തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിനെയാണ് ആരാധിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഗുരു പറയുന്നുണ്ട്, ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും കിട്ടാത്തതാണ് നമുക്ക് കിട്ടിയെന്ന് സ്വാമി തൃപ്പാദങ്ങൾ സദാശിവ ദർശനത്തിൽ പറയുന്നുണ്ട്. അടിക്കു പന്നി പോയി നിന്നുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ, ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ, ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമ. അതായത് അങ്ങ് കൈലാസത്തില് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും കൂടി, അതായത് മഹാദേവന്റെ അടുക്കൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ആ ഭഗവാൻ ഇങ്ങനെ സാക്ഷാൽ കൈലാസനാഥൻ ഇങ്ങനെ ദീപസ്തംഭം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ മഹാദേവനെ അറിയണമെന്ന് ഈ വിഷ്ണുവിനും ബ്രഹ്മാവിനും ആഗ്രഹമുണ്ട്. അപ്പം ഒരാള് അടിക്ക് പന്നിയുടെ രൂപത്തില് വിഷ്ണുവും പോയി, അടിക്കു പന്നി പോയി നിൻമുടിക്കൊരു അന്നവും പറന്നെടുത്ത്, അതായത് അന്നത്തിന്റെ രൂപത്തില് ബ്രഹ്മാവും പോയി. അപ്പം വിഷ്ണു താഴേക്ക് പോയിട്ടും ഇതിന്റെ അറ്റം കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം വിഷ്ണു പരാജയപ്പെട്ട് തിരിച്ച് കൈലാസത്തിൽ ഭഗവാനോട് ചെന്ന് ക്ഷമ പറയുന്നുണ്ട്. ഭഗവാനെ, എനിക്ക് അങ്ങ് ഇതിന്റെ അറ്റം എനിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രഹ്മാവ് ഇങ്ങനെ മുകളിലോട്ട് പോകുകയാണ്. അന്നത്തിന്റെ രൂപത്തിലാണ്. ഇപ്പൊ പറയുന്നുണ്ട്, മുടിക്കൊരു അന്നവും പറന്നെടുത്ത്, അതായത് അന്നത്തിന്റെ രൂപത്തില് മുകളിലേക്ക് പോവുകയാണ്. അതിന്റെ അഗ്രഭാഗം കാണാനായിട്ട് പോവുകയാണ്. അത് ഭഗവാൻ ഇങ്ങനെ അഗ്നിശൈലം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അഗ്രം കാണാൻ പറ്റില്ല. അപ്പൊ മേളിൽ നിന്നാണ് കൈതപ്പൂ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. കൈതപ്പൂ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം കൈതപ്പൂവിനോട് ബ്രഹ്മാവ് പറയുകയാണ്, നമുക്ക് ഭഗവാൻ നീ കൈലാസത്തിൽ വസിക്കുന്ന ഒരു ദിവ്യ പുഷ്പമാണല്ലോ, അതായത് സ്വർഗത്തിലെ പുഷ്പമാണല്ലോ നീ. അപ്പം നിനക്ക് ഭഗവാനെ കാണാൻ സാധിച്ചുവല്ലോ. അപ്പോൾ ഞാൻ ഭഗവാനെ കണ്ടു എന്ന് ഭഗവാന്റെ അടുക്കൽ ഞാൻ ചെന്ന് പറയുമ്പോൾ നീ ഒന്ന് ശരി വെച്ചാൽ മതി, നീ ഒന്ന് യേസ് വെച്ചാൽ മതി എന്ന് ബ്രഹ്മാവ് കൈതപ്പൂവിനോട് പറയുകയാണ്. കുറച്ചുകൂടെ മുൻപോട്ട് അപ്പം കൈതപ്പൂ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം ശരി എന്ന് പറഞ്ഞു. അങ്ങനെ മുൻപോട്ട് പിന്നെയും പോകുമ്പോഴാണ് കാമധേനുവിനെ കാണുന്നത്. കാമധേനുവിനോടും പറയുകയാണ്, നീ ഇതുപോലെ ഭഗവാന്റെ അടുക്കൽ ചെന്ന് പറയണം, ഞാൻ പറയുമ്പോൾ യെസ് വെച്ചാൽ മതി, ശരി വെച്ചാൽ. അപ്പൊ ഇവര് കാമധേനുവും കൈതപ്പൂവും സമ്മതിച്ചു, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ബ്രഹ്മാവ് സാക്ഷാൽ കൈലാസനാഥന്റെ അടുക്കൽ വരികയാണ്. ഞാൻ കണ്ടു അപ്പം വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കണ്ടു. അപ്പം അങ്ങനെ കൈതപ്പൂവിനോട് ചോദിച്ചു, ഞാനൊരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടുപേരെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പം ആ കൈതപ്പൂവിനോട് ചോദിച്ചപ്പം കൈതപ്പൂ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് കള്ളം പറഞ്ഞതിന് നമ്മളൊക്കെ പവിത്ര ഇടുന്ന ഒരു വിരലുണ്ടല്ലോ, മോതിര വിരല്, ആ മോതിര വിരൽ കൊണ്ട് കൈലാസനാഥനായ പരമശിവൻ ആ ബ്രഹ്മാവിന്റെ ഒരു തല കിള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിരലില് പവിത്രം ഇടുന്നത്. ഈ ബ്രഹ്മഹത്യ ചെയ്ത വിരലാണ്. അപ്പൊ ഈ വിരലിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ് നമ്മള് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മോതിരങ്ങള് പവിത്രം ഇടുന്നത്, അത് ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ തല എടുത്ത് കളഞ്ഞു. അപ്പോ അടുത്തത് കാമധേനുവിനോട് ചോദിക്കും, നീ കണ്ടോ? അപ്പം കാമധേനു മുൻപ് കൊണ്ട്, അതായത് തലഭാഗം കൊണ്ട് പറഞ്ഞു,
ഞാൻ കണ്ടു. വാൽഭാഗം കൊണ്ട് പറഞ്ഞു കണ്ടില്ല കണ്ടില്ല എന്ന്. അപ്പം മുൻഭാഗത്തെ എന്ത് പറഞ്ഞു? മുൻഭാഗത്തെ നമ്മളിപ്പം എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പശുവിന്റെ മുൻഭാഗം കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അശുദ്ധ എന്ന് പറയും അല്ലേ? അപ്പൊ പിൻഭാഗം കണ്ടുകൊണ്ട് പോയാലേ പശുവിന്റെ ആ ഒരു എന്താണ് ആ ഒരു നമ്മളിപ്പം പറയാ ചാണകം നമ്മളൊരു ദിവ്യ വസ്തുവായി കണ്ട് നമ്മള് എവിടെയൊക്കെ നമുക്കൊരു ദിവ്യ സത്സംഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം അവിടെ ഉടനെ നമ്മള് ആ ഒരു ചാണകം നമ്മൾ തേക്കും. അങ്ങനെ പശുവിന്റെ പിൻഭാഗം കണ്ടുകൊണ്ട് പോയാല് നല്ല കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം സത്യത്തിന്റെ പ്രതീകമാണ് ആ കാമധേനുവിന്റെ പിൻഭാഗവും. അപ്പം അസത്യത്തിന്റെ പ്രതീകമാണ് കാമധേനുവിന്റെ മുൻഭാഗം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാമധേനുവിന്റെ മുൻഭാഗം കണ്ടുകൊണ്ട് പോയാല് നമുക്ക് അത് നല്ലതല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഇത് അടുത്ത ഒരാളും കൂടെ ഉണ്ട്, കൈതപ്പൂ. കൈതപ്പൂ കൈതപ്പൂവിനോട് പറഞ്ഞു നിനക്ക് പൂജയില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് സദാശിവ ദർശനത്തിൽ ആ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും കിട്ടാത്ത ആ ഒരു ചൈതന്യം നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കത്തില്ല. നമ്മളെ ഗുരുവിന് നേദ്യമൊക്കെ കൊണ്ട് കൊടുക്കും, എന്നിട്ടും പറയും ഗുരു ദൈവമല്ല എന്ന്. ഗുരുവിനെ ആരാധിക്കണമെങ്കിൽ ഗുരുവിന്റെ ആ യഥാർത്ഥ ഗുരുസ്വരൂപം അറിഞ്ഞ് മാത്രമേ ആരാധിക്കാവുള്ളൂ. ഗുരുവിനെ അന്ധമായി ആരും ആരാധിക്കരുത്. അതായത് ഗുരുവിന്റെ ആ ഒരു ഗുരുസ്വരൂപം നമുക്കറിയാം. ഗുരു 1888 നമുക്ക് അരിവുപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നു. ആ ശിവപ്രതിഷ്ഠയിലൂടെ നമുക്ക് ഭഗവാൻ എന്താ കാണിച്ചു തരുന്നത്? ആ അയിത്തത്തിലും അനാചാരത്തിലും കിടന്ന ആ ഒരു ജനതയെ കൈപിടിച്ചുയർത്തി. അപ്പം ആ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുക. അതായത് നവോത്ഥാന നായകൻ ആ കൈ പിടിച്ചുയർത്തി അവിടം വരെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത്, കൈ പിടിച്ചുയർത്തി. അപ്പം നവോത്ഥാന നായകനായിട്ടാണ് ഭഗവാനെ പറയുന്നത്. അപ്പൊ നമുക്കത് സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ കൺകണ്ട ദൈവവും നമ്മുടെ പരമഗുരുവായിട്ടിരിക്കുന്ന സ്വാമിയെ നമുക്ക് പറയുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ഭഗവാൻ നമുക്ക് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഗുരുജന സേവയിൽ മൂർത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ ഏത് മൂർത്തിയാണ്? ഈ സാക്ഷാൽ ഗുരു തന്നെ പറയുന്നുണ്ട് ഗുരുവിനെ ആരാധിച്ചോളാൻ. നമ്മളോട് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗുരുവിനെ ആരാധിക്കാൻ ഗുരു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഗദ്യപ്രാർത്ഥനയ്ക്കൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് സ്വാമി നമുക്ക് ആത്മോപദേശ പതകത്തിൽ പറയുന്നുണ്ട്, മുനിജന സേവയിൽ മൂർത്തി നിർത്തുകയാണ്. അത് ഈ ഗുരുവിന്റെ ആ യഥാർത്ഥ സ്വരൂപമാണ്. ഗുരു അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മെ ആരാധിച്ചോളാൻ പറഞ്ഞു തരികയാണ്. അങ്ങനെയാ ഗുരുവിനെ ആരാധിക്കേണ്ട എങ്കിൽ നമുക്ക് ഗുരു ആദ്യം വിലക്കേണ്ടത് ആരെയാണ്? മഹാകവി കുമാരനാശാനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഗുരു വിലക്കേണ്ടത്. ഗുരു പറഞ്ഞില്ലല്ലോ നമ്മളെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗുരുദേവൻ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുക, ഗുരുവിനെ ആരാധിക്കാൻ ഗുരു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചോദിക്കണം, ഗുരു എവിടാ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് തെളിവോട് കൂടി വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. നമ്മള് ചുമ്മാ ആരാധിക്കാൻ നമ്മൾ ആരാധിക്കാൻ ഗുരു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഗുരു ആ തെളിവോട് കൂടി നമുക്ക് ഗദ്യപ്രാർത്ഥന നമുക്കറിയാം. നമ്മളെ നിത്യേന ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഗദ്യപ്രാർത്ഥന. നാം ശരീരമല്ല അറിവാകുന്നു. അറിവെന്ന് പറഞ്ഞാൽ ആരാണ്? അറിവ് സമം ഈശ്വരൻ, ഈശ്വരൻ സമം അറിവ്. അറിവെന്ന് പറയുന്നത് ഈശ്വരനാണ്, ഈശ്വരൻ എന്ന് പറയുന്നത് അറിവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ധർമ്മത്തിന്റെ പ്രതീകമായ അറിവിന്റെ സ്വരൂപിണിയായ ശാരദാംബയെ നമുക്ക് ആ ശിവഗിരിയുടെ ആസ്ഥാനത്ത്, അതായത് ഈ സംഘടനയുടെ ആസ്ഥാനത്ത് നമുക്ക് സ്വാമിത്രിപാദങ്ങൾ സംസ്ഥാപനം ചെയ്തു തന്നത് അല്ലെ? ആ അറിവിലൂടെ മാത്രം. അറിവെന്ന് പറയുന്നത് ആരാണ്? ഈശ്വരനാണ്. ആ അറിവില്ലാത്തവരെ എന്താണ്? മൂഢന്മാരാണ്. ഗുരുസ്വാമി പറയുന്നത് കോരി നിറയ്ക്കപ്പെട്ട കുളം പോലെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അറിവില്ലാത്തവര്. അപ്പൊ നമ്മൾ അറിവുള്ളവരായി മാറണം. എന്നിട്ട് യഥാർത്ഥ ഗുരുസ്വരൂപത്തെ നമ്മൾ അറിയണം. ആ ഗുരുസ്വരൂപത്തെ അറിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലും പോകാൻ സാധിക്കില്ല. അപ്പം ഇന്ന് അപ്പം ഞങ്ങളുടെ ശാലയില് ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ചോദിക്കാൻ ഇടയായി. അപ്പം ശാരദാ പുഷ്പാഞ്ജലിയുടെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പം അവർ അങ്ങും തട്ടാതെ ഒരു ഉത്തരം പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് എന്താണെന്നും അതിന്റെ അർത്ഥവത്ത് എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് പാലും തുമ്പുമില്ലാതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ സ്വാമി തൃപാദങ്ങളെ യഥാർത്ഥ ഗുരുസ്വരൂപം അറിഞ്ഞ് മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. അപ്പൊ ഗുരു നമുക്ക് അവധൂത കാലഘട്ടത്തില്
അവധൂത കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം തൈക്കാട്ട് അയ്യാവ് സ്വാമിയെ കാണുന്നുണ്ട്, ചട്ടമ്പി സ്വാമികളൊക്കെ ആയിട്ട് സ്വാമികൾ കൂട്ടാകുന്നുണ്ട്. അവിടുന്ന് ശേഷമാണ് ഗുരു നേരെ മരുത്വാമലയിലേക്ക് പോകുന്നത്. മരുത്വാമല പിള്ളത്തടം ഗുഹയിൽ, അതായത് ഷൺമുഖൻ കളിച്ച് ആ പാദം പതിഞ്ഞ സ്ഥലമാണ് പിള്ളത്തടം ഗുഹ എന്ന്. സ്ഥലത്താണ് ഭഗവാൻ തപസ്സിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തപസ്സിനായിട്ട് തെരഞ്ഞെടുത്തു. ചില പുസ്തകങ്ങളിൽ 5 വർഷം പറയുന്നു, ചില പുസ്തകങ്ങളിൽ 6 വർഷം പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ശരിയായ ഒരു രീതി പറയുമ്പോഴത്തേന് 6 വർഷമാണ് പറയുന്നത്. 6 അല്ലെങ്കിൽ 7, 5, 6, 7 ഈ 3 സംഖ്യകളാണ് നമുക്ക് മാറി മാറി പല പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആ മഹാഗുരുവിനെ ആരാധിക്കുന്ന എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഗുരുവിന്റെ അരികിലേക്ക് ചെല്ലാനായിട്ട്. ഗുരുവിനെ ആരാധിക്കുന്നത് ഗുരുവിന് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം വേണം. ഗുരുവിനെ ആരാധിക്കുന്നത് ഗുരുവിന് വേണ്ടിയാണോ? ഗുരുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ മരുത്വാമലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കഷ്ടം ദീനം പിടിച്ചും മധുര അത് കുടിച്ചും കിടക്കുന്ന ലോകരെ കണ്ടപ്പോൾ ഗുരുവിന് വേണമെങ്കിൽ സ്വന്തം സുഖം നോക്കി പോകാമായിരുന്നു. ഇന്നൊക്കെ പല രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട് ഗുരു നവോത്ഥാന നായകനാണ്, ഒരു വിപ്ലവകാരിയാന്നൊക്കെ. അപ്പൊ അവരോടൊക്കെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം. ഗുരു ജീവചരിത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പൊ പഠിച്ചിട്ടില്ല, പിന്നെ അവർ പ്രതിപാദിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാവുന്ന കാര്യം, കാരണം ആ ഈശ്വര സാക്ഷാത്കാരം നേടി എന്ന് പറഞ്ഞു അല്ലെ. സദാശിവ ദർശനം പഠിച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതായത് ഭഗവാന്റെ കാംക്ഷിത അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഗുരുവിന്റെ ആഗ്രഹം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതെന്ന് തന്നെ അടിയനില്ല കാംക്ഷി. അതായത് ഞാനും നീയും ഒന്നാണെന്നുള്ള ആ ഒരു സങ്കല്പം. എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര സത്തയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര സത്തയും എന്താണ്? എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണെന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് അവിടെ ഈശ്വരീയമായ ഭാവം ഉണ്ടാകുന്നത്. അതായത് അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോഴത്തേന് ആ ഒരു ഈശ്വരീയ ഭാവം നമുക്കും കാണാൻ സാധിക്കും. അപ്പൊ ഗുരുവിനെ അന്ധമായി ആരും ആരാധിക്കരുത്. അപ്പൊ നമ്മള് ഗുരുവിന്റെ ആ ഒരു പാതയിലോട്ട് പിന്തുടർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും നിരവധി സംഭവങ്ങൾ അല്ലെ. ഗുരുവിന്റെ ശിഷ്യനല്ല, ഗൃഹസ്ഥ ശിഷ്യൻ എന്ന് വേണം നമുക്ക് പറയാം. രാമൻ ഓവർസിയർ ആ അരുവിപ്പുറത്തിന്റെ ആ ഗുരുവിന്റെ ആ ഛായാചിത്രത്തിന് മുന്നിൽ നിന്ന് ഒരു കാര്യം, അതായത് പേച്ചിപ്പാറ ഡാമിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഈ ആളുകൾക്ക് വിഷമം മൂലം, ആളുകൾക്ക് അസുഖം വന്ന ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ, അപ്പൊ ഈ പേച്ചിപ്പാറ ഡാമിന്റെ കാര്യത്തില് ഇങ്ങനെ വളരെ വിഷമകരമായ ആ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, ഇങ്ങനെ ഒരു നാരായണ ഗുരുസ്വാമി ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ സ്വാമിയെ ചെന്ന് കണ്ടാൽ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു കേട്ട് അരുവിപ്പുറത്തോട്ട് ചെല്ലുകയാണ്. അപ്പൊ അരുവിപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് അമ്മമാര് ഗുരുവിന്റെ ആ ഒരു ഫോട്ടോയുടെ, ഇന്ന് കാണുന്ന ഫോട്ടോയല്ല, ഗുരുവിന്റെ ആ ഒരു ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവർക്കും കാണാൻ സാധിച്ചില്ല, ഗുരുവിനെ അവിടെ എങ്ങും ഇരിക്കാൻ നേരമില്ല അല്ലെ. നമുക്കറിയാം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ഭക്തരെത്തി അവർക്ക് ക്ഷേത്രങ്ങളെ വേണം, അവിടുത്തെ ആചാരങ്ങളെല്ലാം മാറ്റണം എന്ന് പറഞ്ഞ് ഗുരുവിനെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് ഗുരുവിന് അവിടെ അങ്ങ് ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാമൻ ഓവർസിയർ അരുവിപ്പുറത്തേക്ക് വരികയാണ്. അരുവിപ്പുറത്ത് വന്നു ഗുരുവിന്റെ ആ ഛായാചിത്രത്തിന് മുന്നിൽ നിന്ന് പറഞ്ഞു, പേച്ചിപ്പാറ ഡാമിന്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കാമെങ്കിൽ അതിൽ നിന്നൊരു പങ്ക് എടുത്ത് ഞാൻ അരുവിപ്പുറത്ത് ഒരു കിണർ കുഴിച്ച് നൽകാമെന്ന്. അങ്ങനെ ആ അങ്ങനെ കുറച്ച് കാലഘട്ടങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പേച്ചിപ്പാറ ഡാമിന്റെ വർക്കൊക്കെ അതിയായ ഭക്തിയോടും അതിയായ സന്തോഷത്തോടും നടന്നു. അങ്ങനെ വർക്കൊക്കെ സന്തോഷകരമായി പൂർത്തീകരിച്ചു. അദ്ദേഹം വലിയ ധനാഢ്യനായി മാറി കഴിഞ്ഞപ്പം നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ നമ്മളൊക്കെ ഭഗവാനോട് പറയും അല്ലെ, ഗുരുവേ എനിക്കിത് സാധിച്ചെന്ന പുഷ്പാഞ്ജലി ചെയ്തതിന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞിട്ട് പറയും, ഞാനൊരു പുഷ്പാഞ്ജലി ചെയ്തേക്കാം, അല്ലെ ഒരു പൂജ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാഴ്ച ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചേക്കാം എന്ന്. അതുപോലെ തന്നെ രാമൻ ഓവർസിയറും പറഞ്ഞിരുന്നു, നാം ഇവിടെ കിണർ കുഴിച്ച് തന്നേക്കാം എന്ന് അരുവിപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. അദ്ദേഹം വലിയ ധനാഢ്യനായി. നേരത്തെ രാമൻ എന്നായിരുന്നു പേര്. അത് ധനാഢ്യനായി കഴിഞ്ഞാണ് രാമൻ ഓവർസിയർ ആയി മാറിയത്. അങ്ങനെ ധനാഢ്യനായി നമ്മളൊക്കെ മറന്നുപോയി, ഈ നേർച്ചകളൊക്കെ നേർന്നിട്ട് നമ്മൾ മറന്നു പോകാറുള്ളത് പോലെ രാമൻ ഓവർസിയറും മറന്നുപോയി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അരുവിപ്പുറത്ത് തെക്കേമടവും വടക്കേമടവും എന്ന് പറയുന്ന ഒരു പാഠശാല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുട്ടികൾക്ക് വെള്ളത്തിനായിട്ട് ആവശ്യം വന്നു.
അങ്ങനെ സ്വാമിയോട് പോയി അവിടുത്തെ സംഘാടകരൊക്കെ പറയുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, നമ്മുടെ രാമനെ പോയി കാണുന്നു, അവൻ നമുക്കൊരു കിണർ കുത്തി നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ രാമന്റെ അടുക്കൽ പോവുകയാണ്. സംഘാടകരൊക്കെ പോയി പറഞ്ഞു. അങ്ങനെ രാമൻ അന്നേരമാണ് കാര്യം ഓർക്കുന്നത്. അവിടുന്ന് ചാടി എഴുന്നേറ്റ് ആ അരുവിപ്പുറത്തേക്ക് അദ്ദേഹം ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്, ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്ന ആ തൃപ്പാദങ്ങളിൽ, അരുവിപ്പുറത്ത് അന്നേരം ഭഗവാന്റെ ചാരികസ്ഥയിൽ ഇരിക്കുകയാണ്. ആ തൃപ്പാദങ്ങളിൽ ഒരു വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ കമന്ന് കടന്നു. അങ്ങനെ അപ്പം കണ്ണുനീർ കണങ്ങൾ ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ട്, അപ്പം എന്നോട് ക്ഷമിക്കണം സ്വാമി, പൊറുക്കണം സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിന് നാം ഒന്നും പറഞ്ഞില്ലല്ലോ രാമ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അദ്ദേഹം പിന്നെയും പശ്ചാത്താപം തോന്നി. അങ്ങനെ ആ ഒരു തൃപ്പാദങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ കുറിച്ചിട്ടു, ഒരു കിണർ കുത്തി നൽകാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ രണ്ട് കിണറുകൾ കുഴിച്ചു നൽകാമെന്ന് അവിടെ നിന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി എഴുന്നേറ്റു. അങ്ങനെ ഇവിടെ ആ ഒരു ഭക്തമാനസന്റെ മനസ്സ്, അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും തരും, ന്യായമായി എന്ത് ചോദിച്ചാലും തരും സ്വാമി തൃപ്പാദങ്ങൾ നമുക്ക്. നമ്മൾ പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് പല ആചാരങ്ങളിലോട്ടും പോവുകയാണ്. ഗുരുസ്വാമി തൃപ്പാദങ്ങളിൽ ഇപ്പം ഭഗവാന്റെ ക്ഷേത്രങ്ങളില് അനവധി നിരവധി പൂജകളൊക്കെ നടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് ഗുരുസ്വാമി എന്താണ് നമുക്ക് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാന്റെ കൃതികൾ എത്ര പേര് ചൊല്ലുന്നുണ്ട് സ്ഥിരമായിട്ട് വീട്ടിൽ ഇരുന്ന്? ആരും പറയണ്ട, അവരവരോട് തന്നെ ചോദിച്ചാൽ മതി. ആ ഗുരുവിനെ ആരാധിക്കണം. ഗുരുവിനെ ആരാധിക്കുമ്പോഴുള്ള സുഖം നമുക്ക് തോന്നത്തുള്ളൂ. ആ സുഖം നമ്മൾ അറിയാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ എല്ലാ അന്തരംഗത്തിലും പൂക്കുന്ന ഒരു വസന്തമുണ്ട്. ആ വസന്തം ഗുരു സൃഷ്ടിക്കുന്ന വസന്തങ്ങളാണ്. ആ വസന്തത്തെ ആരും നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ദുഃഖ സത്യമാണ്, അല്ലെ? ആ ഒരു വസന്തത്തെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങും പോകേണ്ടതില്ല. നമുക്കറിയാം, ഗുരുവിന് 64-ൽ പരം ശിഷ്യന്മാരുണ്ട്. അവർക്ക് വേണ്ട ആചാര നമസ്കൃതികൾ നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? അവർക്ക് വേണ്ട ആചാര നമസ്കൃതികൾ ചെയ്യാൻ തയ്യാറായി. ഇനിയിപ്പോ കർക്കിടക മാസം വരികയാണ്. SNDP യോഗത്തിന്റെ ബാനറും വെച്ചുകൊണ്ട് ഇനിയിപ്പോ നാലമ്പലം തോളും ഇങ്ങനെ പോകുന്ന സമയമാണ്. ഗുരുവിന്റെ നാലമ്പലങ്ങളിൽ എത്ര പേര് പോയിട്ടുണ്ട്? ആ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഗുരുവിന്റെ ആ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു കഥകളി നടത്തുവാൻ ചോദിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത കാര്യം, ഒരു അവസരം ഇവിടെ കഥകളിയായിട്ടൊരു മണ്ടത്തരം പോലെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ തൃപ്രയാർ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ മഞ്ഞസാരി കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും പോകുന്നത്, ഗുരുവിന്റെ ആ SNDP യോഗത്തിന്റെ ബാനറും വെച്ചുകൊണ്ട്. ഗുരുവിന്റെ ആ ഒരു സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരിൽ ഒരു മണ്ടത്തരമായ ഒരു കഥകളി നമുക്ക് അവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് തൃപ്രയാർ ക്ഷേത്രം പറഞ്ഞു. നിരവധി ജാതി വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങോട്ടേക്കാണ്. ഗുരുവിന്റെ നാലമ്പലങ്ങളിൽ പോയിട്ടുണ്ടോ നമ്മള്? ജീവിത ഈ യാത്രയില് ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമുണ്ട്. കണ്ണൂർ സുന്ദരേശ്വരം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, കുദ്രോളി ഗോകർണനാഥം, പിന്നെ ഒരു ക്ഷേത്രങ്ങളുണ്ട്. അത് ഞാൻ ഓർക്കുന്നില്ല. ഈ 3 ക്ഷേത്രങ്ങളും പോകണം. തലശ്ശേരി ജഗന്നാഥ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങൾ, ഇതാണ് ഭഗവാന്റെ നാലമ്പലം എന്ന് പറയുന്നത്. നമുക്കറിയാം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ, നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ഒരു മാസം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം തലശ്ശേരിയിൽ പോവുക, തലശ്ശേരിയിൽ നിന്ന് കണ്ണൂര് പോവുക, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് കഴിഞ്ഞാണ് നമുക്ക് അവിടുന്ന് നേരെ നമുക്ക് മറ്റേ ഇവിടെ നമ്മുടെ മംഗലാപുരത്ത് പോകുന്നതാണ്, ഗോകർണനാഥന്റെ അടുക്കൽ. അവിടെയൊക്കെ പോകണം. നമ്മുടെ ഗുരുവിനെ അവർ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുമ്പിട്ട് പോകും. അതായത് ഭഗവാൻ രത്ന കിരീടങ്ങൾ വെച്ചത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഗുരുവിനെ അവർ ആരാധിക്കുന്നത് കണ്ട്. വില്ലവ സമുദായം ഞങ്ങളുടെ കുലഗുരുവാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ കുലഗുരുവാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാവൂ എന്നാണ് അവർ പറയുന്നത്. കാരണം ആ ഒരു ഗുരുവിന്റെ ആ ഒരു ഈശ്വരീയമായ ഭാവത്തിൽ അവർക്ക് അവിടെ ഗോകർണനാഥൻ എന്ന് പറയുന്നത് ആരാ? സാക്ഷാൽ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഗുരു അവിടെ ചെന്ന് പ്രതിഷ്ഠ നടത്തി ആ ഒരു ജനതയെ കൈപിടിച്ചുയർത്തി. അവരാ ഈശ്വരീയമായ സത്തയെ അറിഞ്ഞുകൊണ്ട് ഗുരുവിന്റെ പാതയിലൂടെ നടക്കും. നമ്മളിപ്പോഴും നമുക്കൊരു ആത്മീയമായ ഒരു അടിത്തറ ഇല്ല. നമുക്ക് അറിയാം, പള്ളിയും പട്ടക്കാരും വേണമെന്നാണ് പറഞ്ഞത്. അവരെ കണ്ടുപഠിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. വിശാലമായ ജനതകളൊക്കെ വേണം. നമ്മുടെ ഒക്കെ പല അമ്പലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം എനിക്ക് ചതയത്തിന് ഒരു പ്രഭാഷണം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു അമ്മ, എന്റെ ഒരു സങ്കടകരമായ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ 10ഉം 15 അവരെ ഒരു 500ഓളം ശാഖ അംഗങ്ങളുള്ള വീടാണ്. അപ്പോൾ അവരവിടെ അതിന്റെ തൊട്ടുവാതിക്കൽ ഒരു ഷൺമുഖന്റെ ക്ഷേത്രമുണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ ഗുരുവിന്റെ അടുക്ക വരത്തില്ല. ഗുരുവിന്റെ അടുക്ക വന്നാൽ പോലും അവിടുത്തെ തീർത്ഥം മേടിക്കത്തില്ല.
ആ തീർത്ഥം അശുദ്ധമാണെന്ന്, ആ തീർത്ഥം മേടിച്ചുകൊണ്ട് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ അവിടെ എന്നെ പ്രഭാഷണത്തിന് വിളിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് അവിടെ പോകണമെന്ന്. കാരണം അത്രയ്ക്ക് ഒരു ചൈതന്യവത്തായ ഗുരുസ്വാമിയുടെ ഒരു വിഗ്രഹം തന്നെ അവിടെയുണ്ട്. അവർക്ക് അത് കാണാൻ സാധിക്കത്തില്ല. കാരണം ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അവിടെ രാഷ്ട്രീയക്കാരവിടെ അടിയുറപ്പിച്ച് അവരെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് പറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിലാണുള്ളത്. അപ്പം ആ സ്ഥലത്തിന്റെ പ്രഭാഷണത്തെ അപ്പം വളരെയധികം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അധപ്പതിച്ചു പോകുന്നത്? കാരണം നമുക്ക് ഇത്രയും ഒരു മഹാ വെളിച്ചം ഇരുന്നിട്ട് നമ്മൾ മിന്നാമിനിങ്ങിന്റെ പുറകെ എന്തിനാണ് നമ്മൾ പോകുന്നത്? കാരണം ശ്രീനാരായണ ഗുരുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖം, ജീവിതത്തിലെ സന്തോഷം വേറെ ഒന്നിനും നമുക്ക് കിട്ടാൻ സാധിക്കത്തില്ല. കാരണം ആ മഹാഗുരു ആ മഹാഗുരുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം ശ്രീനാരായണ ധർമ്മത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഗുരു നമ്മളോട് അതേപടി നമ്മൾ ജീവിതത്തിൽ പകർത്താനല്ല നമ്മളോട് ഗുരു ആജ്ഞാപിക്കുകയല്ലായിരുന്നു. ഗുരുവിന്റെ ജീവിതത്തിൽ അത് കാണിച്ചു തരികയായിരുന്നു. കാണിച്ചു തന്നിട്ടാണ് ഗുരു നമ്മളോട് പറഞ്ഞ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പറഞ്ഞത്. ഗുരുവിന്റെ ജീവിതത്തിലൂടെ അത് അനുഷ്ഠിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞ് അനുഷ്ഠിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പറയും ഗുരു ഈശ്വരനാണോ? ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവല്ലേ? അതിൽ നിന്നൊക്കെ മാറി ഗുരുവിന്റെ ആ ഒരു സത്തയിലേക്ക് നമ്മൾ വരണം. കാരണം ഞാനൊക്കെ പണ്ട് ഗുരു ഗുരുവിന്റെ ക്ഷേത്രങ്ങളിൽ ചതയത്തിന് പോകും, ചോറിനാനൊക്കെ പോകുമായിരുന്നു. കൂടുതലും വേള ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പൊ ആ ഗുരുവിന്റെ ഒരു ഈശ്വരീയമായ സത്യം അറിഞ്ഞ് വന്നപ്പോഴത്തേക്കിനാണ് ഗുരുവിലേക്ക് കൂടുതൽ അടുത്തത്. ഇപ്പം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് കുറവാണ്. കാരണം സാക്ഷാൽ കൈലാസനാഥൻ എന്ന് പറയുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളാണ്. അതുകൊണ്ടാണ് ഗുരുഷട്കത്തിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ ഗുരുഷട്കൊക്കെ എടുത്തിയാണ് നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ആ ഗുരുവിന്റെ ആധ്യാത്മികമായ അനുഭൂതിയെ നമുക്ക് വിവരിച്ചു തരികയാണ് ശിവലിംഗദാസ്വാമികൾ, ഭഗവാന്റെ പ്രഥമ സന്യാസ ശിഷ്യൻ. അത് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. ഗുരുവിന്റെ ആ ഒരു കൃതികളിലൂടെ നമ്മൾ വരികയാണെങ്കിൽ ഗുരുവിനെ ആരാധിച്ചുകൊള്ളാൻ ഗുരു അവിടെ എല്ലാം പറയുന്നുണ്ട്. ആരാധിക്കേണ്ടെന്ന് ഒറ്റ സ്ഥലത്ത് പോലും പറയുന്നില്ല. കാരണം മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. ഏത് മൂർത്തിയാണ് നമ്മൾ നിലനിർത്തേണ്ടത്? ഏത് മൂർത്തിയാണ് നമ്മൾ നിലനിർത്തേണ്ടത്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ എന്ന മഹാദേവനെയാണ്. ഗുരു നമുക്ക് അനേകം കൃതികളിലൂടെ നമുക്ക് പറഞ്ഞത്. ഗുരുവിന്റെ എല്ലാ കൃതികളും നമ്മൾ എടുത്തു നോക്കിയാൽ ശിവൻ ടച്ച് ഇല്ലാത്ത ഒറ്റ കൃതി പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അത് സത്യമല്ലേ? ആ കൃതികളൊക്കെ ചൊല്ലുന്നവർക്ക് അറിയാമായിരിക്കും. ഗുരുവിന്റെ ശിവ സാന്നിധ്യമില്ലാത്ത ഒറ്റ കൃതി പോലും ഇല്ല. ഗുരു നമുക്ക് സദാശിവ ദർശനമൊക്കെ എടുത്ത് പഠിക്കണം. എന്നിട്ട് അതിലൊരു കീർത്തനം പറയുന്നുണ്ട്. നിലം നിലിമ്പരാറ് പാമ്പെലുമ്പൊടമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക് കുമ്പിടും പടിക്കിനി കരിഞ്ഞു കൂറുന്നി. നിലം എന്ന് പറയുന്നത് എന്താണ്? നിലം ഭൂമി. നിലിംബരാറ് അതായത് ശിവന്റെ തലയിലിരിക്കുന്ന ഗംഗാദേവിയിലെ ഗംഗാദേവി നേരിട്ട് ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമി രണ്ടായി പിളർന്നു പോകും എന്നുള്ളത് കൊണ്ട് ആ ശിവന്റെ ജടയിൽ എടുത്തിട്ട് അതിലൂടെ ഒഴുക്കി നമുക്ക് ഇറ്റിറ്റായിട്ടാണ് നമുക്ക് ഗംഗാദേവിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നിലം എന്ന് പറയുന്ന ഭൂമി, നിലിംബരാർ എന്ന് പറഞ്ഞ ഗംഗാദേവി. നിലം നിലിംബരാറ് പാമ്പ് എലുമ്പ്. പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് സർപ്പം, എലുമ്പെന്ന് പറയുമ്പോഴത്തേക്കിന് തൊലി. നിലം നിലിംബരാറ് പാമ്പെലുമ്പോട് അമ്പിളി കലത്തിലം. അതായത് ശിവന്റെ തലയിൽ ഒരു അമ്പിളി ഉണ്ടല്ലോ, അമ്പിളി. ആ അമ്പിളി ചെറിയൊരു, അതായത് കലത്തിലം എന്ന് പറയുമ്പോഴത്തേക്കിന് എള്ളോളം എന്നാണ്, അതായത് തരിയോളം. അപ്പം നിലം നിലിംബരാറ് പാമ്പ് എലുമ്പ് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടയ്ക്ക്. അതായത് ഭഗവാന്റെ ആ ജടയിനകത്ത് ഇത്രയും സാധനങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പം പാർവതി ദേവി ഇങ്ങനെ ഭഗവാന്റെ അടുക്കലായിട്ട് വരുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് ഇങ്ങനെ ചിലങ്കയുടെ സൗണ്ട് കേൾക്കാറുണ്ട്. ഭഗവാൻ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇത്ര സുന്ദരമായ കൃതിയാണ്. കാരണം ആ ഒരു ഇത് നോക്കണം. എനിക്ക് ആ ഒരു പദ്യം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എടുത്താലേ ആ മനസ്സിൽ അറിയാതെ ചിരിച്ചു പോകും. അതിപ്പോ നിങ്ങൾക്ക് അത് ഈ പദ്യം നമുക്ക് മുഴുവനായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ വന്നിട്ട് നിലം നിലിംബരാറ് പാമ്പ് എലുമ്പ് അമ്പിളി കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും. ഇത്രയും സാധനങ്ങളെല്ലാം ശിവന്റെ ജടയിലുണ്ട്. അപ്പം നമുക്കറിയാം ഗംഗാദേവി അവിടെയുണ്ട്. അപ്പൊ ആ ഗംഗാദേവിയുടെ ചിലങ്കയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പാർവതി ദേവി കേൾക്കാറുണ്ട്. അപ്പൊ പാർവതി ദേവി ഓർക്കും, ഇതാരാ ഈ ശിവന്റെ ഈ ജടയിൽ നിന്ന് ഇങ്ങനെ ചിലങ്കയുടെ സൗണ്ട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ പാർവതി ദേവിക്ക് ഭയങ്കര വിഷമമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ. ഭയങ്കര ക്രോധം ഉള്ളിൽ കൊണ്ട് ശിവനെ ചുട്ടരിക്കുമെന്ന്, അതായത് സാക്ഷാൽ കൈലാസനാഥനെ
ചുട്ടരിക്കും എന്നുള്ള രീതിയിൽ പാർവതി ദേവിക്ക് ഭയങ്കര കോപം ഉണ്ടാവുകയാണ്. എന്നിട്ട് ഭഗവാന്റെ അടുക്കലോട്ട് ഇത് ചോദിക്കാൻ ചെല്ലുകയാണ്. അതായത് പറയുന്നത് നിലം നിലിമ്പരാറ് പാമ്പ് എലുമ്പ് അമ്പിളി കലത്തിലും വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും. അതായത് ഈ ചിലങ്കയുടെ ശബ്ദം കേട്ട് പാർവതി ദേവിക്ക് ഭയങ്കര അധികം വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് ശിവന്റെ അടുക്കലോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക്. അതായത് ഈ ക്രോധത്തോടു കൂടി പാർവതി ദേവി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് സാക്ഷാൽ കൈലാസനാഥൻ തന്റെ രണ്ട് കൈകളെ നീട്ടിക്കൊടുക്കും. രണ്ട് കൈകളെ ഇങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് അതായത് പറയുന്നത് നിലം നിലിമ്പരാറ് പാമ്പെലുമ്പൊടമ്പിളി കലത്തിലും വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുലയ്ക്ക്. അതായത് ആ തൃക്കൈയിലോട്ട്, ആ പൂങ്കുല പോയിരിക്കുന്ന കൈയിലോട്ട് പാർവതി ദേവിയുടെ ആ തിരുമുഖം ഇങ്ങനെ ചേർത്ത് വെക്കും. അപ്പൊ ആ ക്രോധമെല്ലാം അതിൽ അലിഞ്ഞു പോകും. കാരണം പാർവതി ദേവി അല്ലാതെ മറ്റ് ഒരു ആരും എന്റെ ജീവിതത്തിലില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വേറൊരാളും കൂടെ കടന്ന് അത്രയ്ക്ക് അധികാരമേറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതുപോലെ നമുക്ക് മാതൃകാ ദമ്പതികളാണ് അല്ലെ ശിവനും പാർവതിയും. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു വന്ന ആ ഗുരുവിന്റെ ആ ഒരു കൃതികൾ നമ്മൾ രചിച്ചു തന്ന ശിവൻ ടച്ചില്ലാത്ത ഒറ്റ കൃതി പോലും ഇല്ല. ഇതിപ്പോ സദാശിവ ദർശനം ശിവസ്തോത്രങ്ങളിൽ പെടുന്ന ഒരു കൃതിയാണ്. ഇപ്പൊ നമ്മൾ ഏത് ഷൺമുഖന്റെ ഒക്കെ എടുത്ത് നോക്കിയാലും ശിവൻ ടച്ചില്ലാത്ത ഒറ്റ കൃതി പോലും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കൃതിയിലൂടെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ ആരാധിച്ചോളം നമുക്ക് സാധിക്കും. കാരണം ഗുരു അതിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ആരാധിച്ചോളാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം ഗുരു എന്ന് പറയുന്ന ആ ഈശ്വരനാണ്, സാക്ഷാൽ കൈലാസനാഥനാണെന്ന് തെളിയിച്ചു തരുന്നതാണ്. ഈ ലോകത്തെല്ലാം മായയായിട്ടിരിക്കുന്നു, നിലനിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയിരുന്ന നമ്മളെ എന്ത് മാറി. പണ്ടൊക്കെ നമ്മൾ എന്തൊക്കെ കീർത്തനങ്ങളായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. തങ്കമ്മ ചേച്ചി കൊണ്ടിരുന്ന കീർത്തനം ചൊല്ലും, ചെല്ലപ്പൻ ചേട്ടൻ കൊണ്ടിരുന്ന കീർത്തനം ചൊല്ലും. ഇതെല്ലാം എന്നിട്ട് ഭഗവാനെ ഓടി വന്ന ഗുരുവേ, ചാടി വന്ന ഗുരുവേ, അങ്ങനെയാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മളിപ്പോ എത്രയോ മാറി. ശിവഗിരി മഠത്തിന്റെ ആ ഒരു പുസ്തകം എടുത്ത്, ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ കൃതികൾ എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകം ശിവഗിരി മഠം എഴുതിയിട്ടുണ്ട്. അതില് നമുക്ക് ഇപ്പൊ കണ്ടുകിട്ടിയിട്ടുള്ള 67ഓളം കൃതി നമുക്കതിൽ ചില പുസ്തകങ്ങളിൽ സമസ്യാപൂരണവും മംഗളാശംസകളെ ഒക്കെ കൂട്ടി 66ഓളം കൃതികൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രാർത്ഥനാ രീതിയിലോട്ട്, അതായത് മഹാഗുരുവിനെ ആരാധനാ രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. പണ്ട് നമ്മള് ഗുരുവിനെ ആരാധിച്ചിരുന്നോ? ചെറുപ്പത്തിൽ ആരാധിച്ചിരുന്നില്ല. ഗുരുവിനെ പറ്റി അറിഞ്ഞതിന് പിന്നെ അന്ന് മുതൽ ആരാധിക്കും. അതാണ് നമ്മൾ ഗുരുവിനെ അറിയാൻ ശ്രമിക്കണം. ഗുരുവിനെ അറിയാൻ ശ്രമിച്ചാലേ ഉള്ളൂ. കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, ഗുരു എന്തിനാണ് നമുക്ക് ഈ കൃതികളൊക്കെ എഴുതി തന്നത്? ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, ഗുരു നമുക്ക് പല ഗുരുവിന് വിഗ്രഹ ആരാധനയോട് ഗുരുവിന് എതിർപ്പുമില്ല, ഗുരുവിന് അത് വേണ്ടെന്നും പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഗുരു അനേക ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പ്രതിഷ്ഠയിലൂടെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? നമുക്കിപ്പോ കൃതികളൊക്കെ ഇപ്പം ദേവീ സ്തോത്രങ്ങൾ എഴുതി തന്നു, ശിവപ്രസാദ പഞ്ചകം പോലുള്ള ശിവസ്തോത്രങ്ങൾ എഴുതി തന്നു, ഷൺമുഖന്റെ എഴുതി തന്നു, ഗദ്യകൃതികൾ എഴുതി തന്നു, ഇങ്ങനെയെല്ലാം എഴുതി തന്നു. എന്നിട്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഗുരു ഇങ്ങനെയുള്ള പല ദേവീ ദേവന്മാരെ കുറിച്ചുള്ള കൃതികളൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഗുരുവിനെ ആരാധിക്കുന്നത്? കാരണം ഈ ദേവീ സ്തോത്രങ്ങളും ശിവസ്തോത്രങ്ങളും എല്ലാം സ്തോത്രകൃതികളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ദൈവദശകം ഇപ്പറേ ഇരിക്കുകയാണ്. നമ്മൾ ഈ സ്തോത്രഗതിയിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ്. പിന്നെ ദൈവദശകത്തിലോട്ട് നമ്മൾ വരുന്നില്ല. അതാണ് യഥാർത്ഥ സത്യം എന്നുള്ളത്. കാരണം നമ്മൾ ഈ ദേവീ സ്തോത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഇപ്പത്തെ നമ്മുടെ ദൈവദശകം ഇരിപ്പുണ്ട്. ആ ദൈവദശകം കൂടെ എടുത്ത് പഠിക്കുമ്പോഴാണ് ആ യഥാർത്ഥ സ്വരൂപം മനസ്സിലാകുന്നത്, ഈശ്വരന്റെ ആ ഒരു യഥാർത്ഥ സത്ത മനസ്സിലാകുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇടയ്ക്ക് വിട്ടുവെല്ലാം പോകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവിടെ ദേവിയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു, ഒരിടത്ത് ശിവനാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നതെന്ന് പറയുന്നു, ഒരിടത്ത് കാളി നാടകത്തിൽ പറയുന്നു സമസ്ത പ്രപഞ്ചം ത്രയിച്ചും ഭരിച്ചിരിക്കുന്നത് ദേവിയാണ്. അതാണ് പറയുന്നത്. നമ്മളിവിടെ ആ ദേവീ സ്തോത്രങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ആ ദേവീ സ്തോത്രങ്ങളിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ദൈവദശകത്തിലോട്ട് ദൈവദശകത്തിലോട്ട് വരുമ്പോഴാണ് ആ ഒന്നായിട്ടുള്ള ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഗുരുവിന്റെ ദാർശനിക കൃതികൾ ഇരിക്കുകയാണ്, നമ്മൾ സ്തോത്രകൃതികൾ തന്നെ ഇരിക്കുകയാണ്. ആ സ്തോത്രകൃതി പഠിച്ചു കഴിഞ്ഞ് ദാർശനിക കൃതിയിലോട്ട് പോകുമ്പോൾ, അതായത് കൃതിയുടെ ഒരു ബലം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ദാർശനിക കൃതിയിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ.
അപ്പൊ നമ്മൾ ആ സ്തോത്രകൃതി പഠിച്ചതിന് ശേഷം വേണം ദാർശനിക കൃതിയിലോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് മനസ്സിലാകും ഇതും അതും എല്ലാം ഒന്ന് തന്നെയാണെന്ന്. മനസ്സിലായോ? ബിന്ദുഅമ്മ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. മനസ്സിലായി. അതായത് നമുക്ക് ആ സ്തോത്രകൃതികളുടെ ആ ഒരു ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദാർശനിക കൃതി പഠിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ആ നമുക്ക് ആദ്യമായി നമുക്ക് ഒരു സ്തോത്രകൃതികളാണ് നമ്മൾ ആദ്യം കൃതികളുടെ പുസ്തകത്തില് സ്തോത്രകൃതികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീടാണ് ദാർശനിക കൃതിയിലോട്ട് വരുന്നത്. അപ്പൊ ആ സ്തോത്രകൃതി നമ്മൾ മുഴുവൻ പഠിക്കണം. നമ്മളെ കാളി നാടകം ഇവിടെ ഇരിക്കുന്നു. കാരണം ഭഗവാൻ അത് എഴുതി തന്നു. കാളി നാടകം തന്നു, ദേവീസ്തവം തന്നു, ജനനീ നവരത്ന മഞ്ജരി തന്നു. അങ്ങനെയെല്ലാം ആ ഒരു അതിലോട്ട് ആ ഈശ്വരീയമായ സത്തയെ നമുക്ക് കാരണം ഗുരു അനേകം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവി ദേവന്മാരെയൊക്കെ, അതായത് ശിവകുടുംബത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ ഒരു പോയിന്റ്. കാരണം ശിവകുടുംബത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗുരു വേറെ ഏതെങ്കിലും പ്രതിഷ്ഠ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ശിവകുടുംബത്തെയാണ് നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ദേവി ദേവന്മാരെ പ്രതിഷ്ഠ? കാരണം എന്തുകൊണ്ട് അയ്യപ്പനെ കുറിച്ച് ഒരു കൃതി എഴുതിയിട്ടില്ല എന്നുള്ളത് കൃതിയിലൊന്നും ഇല്ല. അയ്യപ്പനെ കുറിച്ച് എഴുതാത്തത് കാരണം അയ്യപ്പനും ഗുരുസ്വാമിയൊക്കെ തമ്മിൽ ഒന്നാണ്. കാരണം അവര് തമ്മിൽ ഒരു വേർതിരിവില്ല. ആ അയ്യപ്പൻ എന്ന് പറയുന്നത് ധർമ്മശാസ്താവാണ്. ഗുരു എന്ന് പറയുന്നത് ധർമ്മമാണ്. ഗുരു എന്ന് പറയുന്നത് അറിവാണ്, ഈശ്വരനാണ്. അപ്പം നമുക്കറിയാം തത്വമസി അല്ലേ, അത് നീ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഗുരു എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇപ്പം എന്റെ മുന്നിൽ ഇപ്പൊ ലീലാമ്മ നിൽക്കുക. ലീലാമ്മയുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യവും എന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യവും ഒന്നാണ്. അപ്പം തത്വമസി എന്ന് പറയുന്നത് നീയും ഞാനും ഒന്ന് തന്നെയാണെന്ന് അവിടെ നമുക്ക് ശബരിമലയെ പറയുന്നുണ്ട്. അപ്പൊ ഗുരു എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യവും എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യവും യഥാർത്ഥം ഒന്നാണ്. കാരണം ഈ ലോകത്ത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഗുരു പഠിപ്പിച്ചു തരുന്നത്. രാമനെ കുറിച്ച് ഒന്നും അങ്ങനെ രാമനെ കുറിച്ച് എഴുതിയിട്ടില്ല. പക്ഷെ പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് നമുക്ക് അനുകമ്പാ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് രാമനെ സൂചിപ്പിക്കുന്നതാണെന്ന് ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന അനുകമ്പാ ദശകത്തിൽ. അപ്പം അതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അയ്യപ്പനും മനസ്സിലായി. അയ്യപ്പനും ആ സ്വാമി തമ്മിലുള്ള ആ ഒരു ഇത് മനസ്സിലായി. ബിന്ദുമ്മയാണ് എന്നോട് സംശയം ചോദിച്ചത്. അതെ, ഓരോ കോവിലിലും ഇതം ശരീരം ക്ഷേത്രം അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നുണ്ട്. പല കോവിലുകളിലും പലരെയാണ് പ്രതിഷ്ഠിക്കുന്നത്. എന്തുകൊണ്ട് ഒന്നിച്ച് പ്രതിഷ്ഠിക്കുന്നില്ല? എല്ലാം ഒന്നാണെങ്കിൽ എന്തുകൊണ്ട് ഒന്നിച്ച് ഒരു കോവിലിലും പ്രതിഷ്ഠയില്ലല്ലോ? ഗുരു പ്രതിഷ്ഠിച്ചു തന്ന ക്ഷേത്രങ്ങളിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ചു തന്ന ഒരു 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. അതായത് ശിവഗിരി ശ്രീ ശാരദാ പ്രതിഷ്ഠയും ഒന്ന് അരിവിപ്പുറം ശിവപ്രതിഷ്ഠയും. നാം ഒരു കർമ്മത്തിന് തുടക്കമിടാൻ പോകുന്നു എന്ന് പറഞ്ഞ 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകൾ വന്ന് ഗുരുവിനെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് പ്രതിഷ്ഠിച്ചു കൊടുത്തതാണ്. ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് 2 ക്ഷേത്രമേ ഉള്ളൂ. അത് അതായത് ആ അറിവിന്റെ ക്ഷേത്രം. ഗുരുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് സ്വാമി പറഞ്ഞത് ശാരദാ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. അവിടെ മറ്റു ക്ഷേത്രങ്ങളെ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് അവർണർക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്കും എല്ലാം വേണ്ടിയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയെന്നുള്ളതാണ് ഒരു സ്വാമി നമ്മളോട് പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഗുരുവിന്റെ ഇച്ഛയ്ക്ക് ശാരദാ പ്രതിഷ്ഠ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇല്ല. അരുവിപ്പുറത്ത് നിങ്ങള് ഗുരുവിന്റെ മുക്കത്ത് കുമാരന്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? കോട്ടുകോയിക്കൽ വേലായുധന്റെ? ഇല്ല. അതൊന്ന് വായിക്കണം. അത് പലരും പറഞ്ഞു കേൾക്കുന്ന നമുക്ക് വെച്ച് പ്രതിപാദിക്കാൻ പാടില്ല. നമ്മളെ ഗുരുവിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവിന്റെ യഥാർത്ഥ ഗുരുസ്വരൂപം അറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ ഗുരുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? കാരണം നമുക്ക് അരുവിപ്പുറത്ത് അവർണ വിഭാഗം സവർണയുടെ ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു നിശ്ചിത സ്ഥലം വരെ നമുക്ക് ആൾക്കാർക്ക് അമ്പലത്തിലേക്ക് കയറി ചെല്ലാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പൊ ഗുരു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശിവരാത്രി നാളില് നാം ഒരു കർമ്മത്തിന് തുടക്കമിടാൻ പോകുന്നത്. മുർക്കോത്ത് കുമാരന്റെ ആ ഒരു ജീവചരിത്രത്തെ ഡബിൾ കോട്സ് ഇട്ട ഒരു കോമയിൽ ഇട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നാം ഒരു കർമ്മത്തിന് തുടക്കമിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരു ആ ഒരു ക്ഷേത്രം ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് 2 അതായത് ഗുരു പ്രതിഷ്ഠിക്കുന്നത് മുൻപ് വരെ എന്ത് വിഗ്രഹമാണെന്നോ എന്താണെന്നോ ഒന്നും ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിട്ട് അറിയുമോ? അരിവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് 1888 ഗുരു ഇന്നതാണെന്നോ ഇന്ന സംഭവമാണെന്നോ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്, ഇന്ന ദേവനെയാണെന്നോ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു ഈശ്വരീയമായ സത്ത, കാരണം ഗുരുവിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗുരുവിന്റെ ആ ഒരു ഈശ്വരീയ ചേതന നമുക്കറിയാം, സാക്ഷാൽ കൈലാസനാഥൻ തന്നെയാണ്. ഗുരു എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. ആ ശിവനെ എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൂടാ?
ശിവനെ എന്തുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൂടാ? നാം ഒരു കർമ്മത്തിന് തുടക്കമിടുന്നു എന്ന് പറയുന്നത് 2-3 ദിവസമായിട്ട് ഗുരുവിന്റെ മുഖത്ത് ധ്യാനം നിമഗ്നനായിട്ട് ആ മഠത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അർദ്ധരാത്രി സമയത്താണ് ഗുരു അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നത്. എന്നിട്ട് ആ നെയ്യാറിന്റെ ഗുരുവിനെ തന്നെയല്ലേ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതെ 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 ആ അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ഒരു വിഗ്രഹം ഗുരുവിനെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത് ആ ശിഷ്യന്മാർ ശിവലിംഗദാസ് സ്വാമികൾക്ക് പോലും അറിയത്തില്ലായിരുന്നു ഗുരു എന്താണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ഒരു വിഗ്രഹം അവിടെ കിടക്കുന്നുണ്ടെന്ന് ഗുരുസ്വാമിക്ക് ത്രികാലജ്ഞാനിയായ ഭഗവാന് മാത്രമേ അറിയത്തില്ലായിരുന്നു. ആ ഗുരു നെയ്യാറിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പോയി അവിടുന്ന് ആ ശിലാഖണ്ഡം എടുത്തോണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ആ ഗുരു ഉപചാരപൂർവ്വമുള്ള കർമ്മം ആ ഒരു ശിവലിംഗത്തിന് കൊടുത്തിട്ടാണ് അവിടുന്ന് ആ ഒരു ആ ശിലാഖണ്ഡം എടുത്തോണ്ട് വന്ന് പ്രതിഷ്ഠിച്ച് നൽകിയത്. എന്നിട്ട് അവിടെ എന്താണ് എഴുതി വെച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം മാം ഇത്. അതായത് ആഗണം ഇതാണെന്നും മാണിതല്ല മാം ഇതെന്നാണ് പറഞ്ഞത്. ആഗണം ഇതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിവിന്റെ ദേവതയായ ശാരദാംബയെ ഓങ്കാരേശ്വരത്ത് പ്രാണപ്രതിഷ്ഠയാണ് നടത്തുന്നത്. ഓങ്കാരേശ്വരത്ത് ഗുരുവിനെ തന്നെയല്ലേ പ്രതിഷ്ഠിച്ചേക്കണത്? എന്തോ ഓങ്കാരേശ്വരത്ത് പ്രാണപ്രതിഷ്ഠ ഗുരുവിനെ തന്നെയല്ലേ അവർ പ്രതിഷ്ഠിച്ചേക്കണത്? ഓമെന്ന് എഴുതി. അതെ അതെ ഓം എന്ന് പറയാൻ സാക്ഷാ അത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. ഗുരുവിന്റെ ആ ഒരു യഥാർത്ഥ ചൈതന്യം ലാസ്റ്റ് ഉല്ലലയിൽ കൊണ്ടാണ് നിർത്തുന്നത്. അതായത് ഭഗവാൻ ആദ്യമായിട്ട് മരുന്ന് ചോദിക്കുന്നത് ഉല്ലലയിൽ വെച്ചാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഗുരുവിന്റെ ആ ഈശ്വരീയമായ സത്തയാണ് മനസ്സിലാകുന്നത്. അതായത് ആ കളവങ്കോടത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ പോലും അത് പൂർണ്ണമാകുന്നില്ല. ആകുന്നുണ്ടോ? ഒന്നെന്നാണ് വന്നിരിക്കുന്നത്. ഓം ശാന്തി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഒന്നെന്ന് അതിനും ഒരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ഗുരു അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ അതായത് ഭഗവാന്റെ ആ ഒരു ക്ഷേത്ര സങ്കല്പം ആ കളവങ്കോടം കൊണ്ട് നിൽക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞു നമുക്ക് ഉള്ളിലയിൽ വരുമ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഓം ബ്രഹ്മത്തെ തന്നെ, അതായത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണെന്നുള്ളത് നമുക്ക് അവിടെ കാണിച്ചത്. കാരണം അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അതായത് ഭഗവാന്റെ ഉള്ളിൽ ആ ഈശ്വര ചൈതന്യം മുഴുവനായിട്ടും ഉള്ളിലെ ഓംകാരേശ്വരത്താണ് അവസാനമായിട്ട് കൊടുത്തത്. അതായത് ഇറങ്ങുമ്പോഴത്തേക്കും ഭഗവാന്റെ കാലുകൾ ഇടറിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ട് ഗുരു മരുന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് മരുന്ന് ചോദിക്കുന്നത് ഗുരു ഉള്ളിലെ ഓംകാരേശ്വരത്ത് വെച്ച്. അതെ, അവിടെ ഒരു വൈദ്യരോടാണ് മരുന്ന് ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ അതെ വൈദ്യരോടാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് അല്പം മരുന്ന് വേണമെന്ന് അവിടെ വെച്ചാൽ. കാരണം ഭഗവാന്റെ മഹാസമാധിയുടെ അടുത്തുള്ള സൂചനയുമാണ് അത്. ഗുരുവിന്റെ ആ ഒരു യഥാർത്ഥ ഈശ്വരീയ ചൈതന്യം അവിടെ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയാ. അതെ. അപ്പം എന്തോ അപ്പം എല്ലാം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? കേക്കാം. കേൾക്കാം അല്ലെ? അപ്പം ഉള്ളിലെ ഓംകാരേശ്വരത്ത് ആ പ്രണവ പ്രതിഷ്ഠ നടത്തിയിട്ട് ഭഗവാൻ അടങ്ങി നമ്മൾ പറഞ്ഞ കാലിടറി. അപ്പൊ ആ ഗുരുവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ അവിടെ മുഴുവൻ ആവാഹിച്ചിരുത്തിയെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഗുരു ആ സമയത്ത് പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് വരെ ഗുരുവിനെ അവിടെ കാണാനില്ലായിരുന്നു. കാരണം ഗുരു എവിടെ നിന്ന് പ്രത്യക്ഷനായിട്ട് എന്താണ് പ്രതിഷ്ഠിക്കുന്നത് പോലും അവിടെ കണ്ണാടി അപ്പോഴാണ് പ്രതിഷ്ഠയുടെ സമയത്താണ് പറയുന്നത് കണ്ണാടി വാങ്ങിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ രസം ചുരുണ്ടി ഓമെന്ന് എഴുതി അവിടെ പ്രതിഷ്ഠിക്കുന്നത്. എന്നിട്ട് ആ പ്രതിഷ്ഠ പോലും ആരും കാണുന്നില്ല. കാരണം പ്രതിഷ്ഠയുടെ സമയം കഴിയാറായപ്പോഴത്തേക്കിന് ഭഗവാൻ ആ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ആൾക്കാർ കാണുന്നത്. കാരണം ആ അന്നേരമാണ് കാലിടുന്നത്, മരുന്ന് ചോദിക്കുന്നതും അപ്പൊ ആ ഗുരുവിന്റെ ഈശ്വരീയമായ സത്തയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം ഗുരുവിന്റെ ഈശ്വര ക്ഷേത്ര സങ്കല്പങ്ങളെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തെയാണ്. കാരണം നമ്മൾ ഈ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെല്ലാം പോയി തൊഴുന്നത് ആരെയാണ്? മഹാദേവനെയാണ്. അതായത് ഭഗവാന്റെ ആ ഒരു ഈശ്വര ചൈതന്യത്തെയാണ് നമ്മളവിടെ തൊഴുന്നത്. ഗുരുവിനെ തന്നെയാണ് തൊഴുന്നത്. മനസ്സിലായോ? സത്യം ദയ ധർമ്മം ശാന്തി എന്നും ധർമ്മമേവ പരംദൈവം ധർമ്മമേവ മഹാധനം എന്നൊക്കെ പറയുമ്പോൾ ധർമ്മം പ്രതിഷ്ഠിക്കുന്നുണ്ടല്ലോ. സത്യം ദയ ധർമ്മം ശാന്തി. തകിടില ഭഗവാൻ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് ഒരു അതിന് തൊട്ട് മുമ്പാണ് അവസാനം പ്രതിഷ്ഠിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രതിഷ്ഠിച്ചതാണെന്നാ പറയുന്നത്. സത്യം ദയ ധർമ്മം ശാന്തി എന്നുള്ള കാളകണ്ഠേശ്വരം നമുക്ക് മുരുക്കുമ്പുഴ അതായത് സത്യം ദയ ധർമ്മം ശാന്തി എന്ന് പറഞ്ഞുള്ളത് ആ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അത് ഈശ്വരിലൂടെ നമുക്ക് അത് സാധ്യമാവുള്ളൂ. ആ അറിവിലൂടെ തന്നെ നമുക്ക് സാധ്യമാവുള്ളൂ എന്നാണ് ഭഗവാൻ നമുക്ക് അവിടെ കാണിച്ചത്.
അനേകം സംശയങ്ങളൊക്കെ കാരണം നമുക്ക് ഉണ്ടാവും, സംശയം ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഈ മുർക്കോത്ത് കുമാരൻ എഴുതിയ ജീവചരിത്രം കൃത്യമായിട്ട് വായിക്കുക, ഗുരുവിന്റെ കൃതികൾ പഠിക്കുക. അപ്പൊ നമുക്ക് 8 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈ എളിയ വാക്കുകൾ ശ്രീനാരായണ സ്വാമി തൃപാദങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.